നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? പല ടൈപ്പ് സാമ്പാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? കടലപ്പരിപ്പ് ഉപയോഗിച്ച്, ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച്, സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച്, അങ്ങനെ പല വിധം സാമ്പാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയേ. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് വെണ്ടയ്ക്ക, ബീൻസ്, ക്യാരറ്റ്, തക്കാളിപ്പഴം, ചെറിയ ഉള്ളി, മല്ലിയില, ഒരു ചെറിയ കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ചെറിയ ജീരകമില്ല, നല്ല ജീരകം, അത്, പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബാക്കി പച്ചക്കറികൾ, നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണേ. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഓരോന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയാണ്, അത് 2 സ്പൂൺ ഇടുന്നുണ്ട്. സാമ്പാർ പൊടി താല്പര്യമില്ലാത്തവർക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ചേർക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. അതെല്ലാം ഇട്ട് നല്ല മൂത്ത് വന്നതിന് ശേഷം ഈ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മളിന്ന് ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട്. ചെറുപയർ പരിപ്പ് കുറച്ചെടുത്ത് കുക്കറിലിട്ട് ഒന്നല്ലെങ്കിൽ ഒരു വിസിൽ വരെ വേവിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിടാം. പരിപ്പിന് വേവ് അധികം ഇല്ലാത്തത് കൊണ്ട് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് ഈ കടായി തന്നെ ഇട്ട് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ കുക്കറിലേക്ക് വെച്ച് ഒരു 2 വിസിലാകുന്നിടം വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്താൽ മതി. ഞാനിന്ന് കുക്കറിലാണ് വെക്കുന്നത്. ഈ വേവിച്ച പച്ചക്കറികളിലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ വേവിച്ച്